എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം വയനാട്ടിൽ വെച്ച് സിദ്ധാർത്ഥ് എന്ന വിദ്യാർത്ഥിയെ കമ്മ്യൂണിസ്റ്റുകാർ ഇഞ്ചിഞ്ചായി കൊന്ന കഥ നമ്മളെല്ലാവരും കാണുകയും കേൾക്കുകയും ചെയ്തു. അത് കേരളത്തിലായതുകൊണ്ടോ വയനാട്ടിലായതുകൊണ്ടോ യാദൃശ്ചികമായ ഒരൊറ്റപ്പെട്ട സംഭവമോ അല്ല അത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. സിദ്ധാർത്ഥിനെ കൊന്ന രീതി ഇന്ന് പത്രങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. ഓരോ ഇഞ്ചും അടിച്ച് ചതയ്ക്കുക, അതിന് 100-ലധികം സഹപാഠികളുടെ മുമ്പിൽ നഗ്നനാക്കി ഇരുത്തുക, ശരീരത്ത് വെള്ളമൊഴിക്കുക, ക്രൂരമായി മർദ്ദിക്കുക, ചവിട്ടുക, മുഖത്ത് അടിക്കുക, തലമുടി പിടിച്ച് വലിക്കുക, അങ്ങനെ ഓരോ ഇഞ്ചും വേദനിപ്പിച്ച് പരവേശമെടുക്കുമ്പോൾ വെള്ളം കൊടുക്കാതെ അത് കണ്ട് ആർത്ത് വായിൽ നിന്നും മൂക്കിൽ നിന്നും ചെവിയിൽ നിന്നും ഒക്കെ ചോരയും ഉമിനീരും എല്ലാം കൂടെ ഒന്നിച്ച് ഒലിച്ചിറങ്ങുന്നത് കണ്ട് ആർത്ത് അത് ആസ്വദിക്കുക, സഹപാഠികളെ കൊണ്ട് മർദ്ദിപ്പിക്കുക, അവരെ തല്ലിയില്ലെങ്കിൽ അവരെ തല്ലും എന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവരെ നിർബന്ധപൂർവം, ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരെ കൊണ്ട് പോലും നിർബന്ധപൂർവം ഭീഷണിപ്പെടുത്തി മർദ്ദിക്കുക. അങ്ങനെ ഓരോ മണിക്കൂർ, ഓരോ നിമിഷവും വേദന കടിച്ച് ഇറക്കി അലമുറയിടാൻ പോലും കഴിയാത്ത തരത്തിൽ അവശനാക്കി മണിക്കൂറുകളും ദിവസങ്ങളും എടുത്ത് മരിക്കുന്നതിന് തൊട്ട് മുൻപ് ജീവനോടുകൂടി കെട്ടിത്തൂക്കുക. അപ്പോഴാണല്ലോ ആത്മഹത്യ എന്ന് വരുത്താൻ കഴിയുക. കാരണം മരിച്ചു കഴിഞ്ഞ് കെട്ടിത്തൂക്കിയെന്നാൽ അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അറിയാൻ കഴിയും. അങ്ങനെ അറിയാതിരിക്കണമെങ്കിൽ ജീവനോടുകൂടി കെട്ടിത്തൂക്കിയാൽ മാത്രമാണ് കെട്ടിത്തൂങ്ങിയ സ്വയം മരിച്ചതാണ് എന്ന് വരുത്താൻ കഴിയൂ. ഇത്ര ക്രൂരമായി, ഇത്ര നീചമായി എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്? 18ഉം 20ഉം വയസ്സൊക്കെയുള്ള സഹപാഠികൾ, പ്രായപൂർത്തിയായവരാണ് മിക്കവാറും പേര്, ഇവർ യുവാക്കളാണ് എന്നർത്ഥം. ഈ യുവാക്കൾ ഇത്ര ക്രൂരമായി, യൗവനത്തിലേക്ക് എത്തിയ ഈ ഒരു പറ്റം ചെറുപ്പക്കാർ ഇത്ര ക്രൂരമായി എന്തുകൊണ്ടാണ് ഒരു സഹപാഠിയെ ഇങ്ങനെ പീഡിപ്പിച്ച് ഇഞ്ചിഞ്ചായി കൊല്ലുന്നത് എന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ: അവർ കമ്മ്യൂണിസ്റ്റുകളാണ് എന്നുള്ളതാണ് അതിന് കാരണം. കമ്മ്യൂണിസ്റ്റ് ആയി മാറുന്ന ഒരാളിന് ഏത് നീചകൃത്യവും, എത്ര ക്രൂരമായ കർമ്മവും ചെയ്യാൻ ഒരറപ്പും ഉണ്ടാവില്ല. അത് ചെയ്തു കഴിഞ്ഞെന്നാൽ ആ ഇരയുടെ വീട്ടിൽ പോയി ആ ജഡത്തിൻ്റെ മുൻപിലിരുന്ന് വീട്ടുകാരോട് മറ്റ് പലതും പറയാൻ, മറ്റുള്ളവരാണ് ചെയ്തത് എന്ന് പറയാൻ ഒരു മടിയും ഇല്ലാത്തവരാണ്. നമ്മൾ കുറച്ച് വർഷം മുൻപൊരു ചരിത്രം കണ്ടതാണല്ലോ. കണ്ണൂരിൽ ഒരു NDF പ്രവർത്തകനെ കമ്മ്യൂണിസ്റ്റുകാർ കൊന്നല്ലോ. ആ ആളിനെ കമ്മ്യൂണിസ്റ്റുകാർ തന്നെ എണ്ണം പറഞ്ഞ് ഇഞ്ചിഞ്ചായി കൊന്നതിന് ശേഷം ആ ആളിൻ്റെ ജഡം ആശുപത്രിയിൽ നിന്ന് അയാളുടെ വീട്ടിൽ കൊണ്ടുവന്ന് ഭാര്യയും മക്കളും അച്ഛനും അമ്മയും ഒക്കെ ഇരിക്കുന്ന ആയിരക്കണക്കിന് നാട്ടുകാരും കൂടി ഇരിക്കുന്നിടത്ത് കമ്മ്യൂണിസ്റ്റ് നേതാവ് അവിടെ വെച്ച് മാധ്യമങ്ങളോട് പറഞ്ഞു, ഇത് RSSകാർ മുസ്ലിം വർഗീയത വളർത്താൻ വേണ്ടി RSSകാർ മനഃപൂർവ്വം കൊന്നതാണ്. ഇവിടെ വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടി പെരുന്നാളിൻ്റെ തലേ ദിവസം യുവമോർച്ചക്കാരും RSSകാരും കൂടി ഗൂഢാലോചന നടത്തി കൊന്നതാണ് എന്ന് ഒരു ഉളുപ്പുമില്ലാതെ കൊന്നവൻ തന്നെ ജഡത്തിൻ്റെ മുമ്പിൽ പോയി നിന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് നമ്മൾ കണ്ടതാണ്. തലശ്ശേരിയിലെ ആ കൊലപാതകം, കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിലെ ആ കൊലപാതകത്തിനെ കുറിച്ച് അവർ പറഞ്ഞത് നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെയാണല്ലോ ഈ കുട്ടിയുടെ വീട്ടിൽ പോയി അവരുടെ അച്ഛനമ്മമാരോട് കൊന്നവന്റെ കയ്യിലെ രക്തം കഴുകിക്കളഞ്ഞിട്ട് ആ രക്തക്കറയുള്ള നേതാക്കന്മാരും ചെയ്തവർക്ക് വേണ്ടി അവരുടെ നേതാക്കന്മാരും സഹപാഠികളും പോയി ഇത് വേറെ ആരോ ചെയ്തതാണ്, ഞങ്ങളല്ല എന്ന് പറയാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ കഴിയും. മുഖത്ത് യാതൊരു ഭാവഭേദവുമില്ലാതെ പറയുന്നത് കള്ളത്തരമാണെന്ന് ധ്വനിപ്പിക്കുന്ന ഒരടയാളവുമില്ലാതെ, യാതൊരു ചങ്കുളുപ്പുമില്ലാതെ ഇങ്ങനെ കൊലയാളി തന്നെ ഈ കൊല്ലപ്പെട്ടവൻ്റെ അമ്മയുടെ മുമ്പിൽ പോയി നിന്ന്, അച്ഛൻ്റെ മുമ്പിൽ പോയി നിന്ന്
പറയുന്നതിൻ്റെ ആ ക്രൂരതയുണ്ടല്ലോ, അവരത് പറയുമ്പോഴും വാസ്തവത്തിൽ അവരുടെ ഉള്ളിൽ അത് ആസ്വദിക്കുകയാണ്. അതാണ് കമ്മ്യൂണിസ്റ്റ്. നിങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾ ഇങ്ങനെ ഞെക്കി 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 കൊന്നതാണ്, അവൻ്റെ ഓരോ രോമവും പറിച്ചെടുത്ത് ഞങ്ങൾ കൊന്നതാണ് എന്ന് അവർക്ക് പറയാൻ ഒരു മടിയുമില്ല. അവരത് മനസ്സിൽ പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. നടപടിയെടുക്കും, ഞങ്ങൾ കുറ്റവാളികളെ ശിക്ഷിക്കും എന്നൊക്കെ. ഒരു കുറ്റവാളികളെയും അവർ ശിക്ഷിക്കാൻ പോണില്ല. അവർ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഉണ്ടാക്കിയാലും ഒന്നും ചെയ്യാൻ പോകുന്നു. കാരണം അതെല്ലാം ഈ ഭരണത്തിൻ്റെ കീഴിലുള്ളവരാണല്ലോ ചെയ്യേണ്ടത്. പുറത്തു നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരൊന്നും അല്ലല്ലോ ഇത് അന്വേഷിക്കുന്നത്. ഈ ക്രൂരത ചെയ്ത് പരിചയവും കൈക്കും മനസ്സിനും തഴക്കവും പഴക്കവും ഉള്ള ഭരണാധികാരിമാരാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. ആ ഭരണാധികാരിമാരുടെ കീഴിൽ ഇന്നത്തെ കൊലയാളികൾ സുരക്ഷിതരാണ്, സംരക്ഷിക്കപ്പെടുന്നതാണ്. ഇത് പക്ഷേ ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത് ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല. ഇത് ഏതെങ്കിലും ഒരു വെറുതെ ഒരു സംഘർഷമോ കൊലപാതകമോ അല്ല. ഇത് കമ്മ്യൂണിസത്തിൻ്റെ ഒരു സ്വഭാവമാണ് എന്ന് ഞാൻ പറയാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞത്. അത് ഞാൻ രാഷ്ട്രീയ ആരോപണമല്ല. മറ്റൊരു ഉദാഹരണം പറയാം. ഭാരതത്തിൽ മറ്റൊരു സ്റ്റേറ്റിൽ, ഭാരതത്തിൽ തന്നെ ബംഗാളിൽ സൈൻബാരി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരെ, കമ്മ്യൂണിസ്റ്റുകാരെ എതിർത്തതിൻ്റെ പേരിൽ ഒരു വീട്ടിലെ 2 മക്കളെ കൊന്നു. ചെറുപ്പക്കാരായ 2 മക്കളെ കൊന്ന്, ആ കൊന്ന് വെട്ടി അറഞ്ഞ് മക്കളെ കൊന്നതിന് ശേഷം അവരുടെ ചോര കൂട്ടി കുഴച്ച ആഹാരം അവരുടെ അമ്മയെ കൊണ്ട് വാൾമുന കഴുത്തിൽ കുത്തിപ്പിടിച്ച് നിർത്തിയിട്ട് സ്വന്തം അമ്മയെ കൊണ്ട് തീറ്റിച്ച്, നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, കാശ്മീർ ഫയൽസിൽ കണ്ടല്ലോ, വെടിവെച്ച ഭർത്താവിനെ കൊന്നിട്ട് ആ അരിയും ചോരയും കൂടി ഭാര്യയുടെ വായിലേക്ക് നിർബന്ധപൂർവം കുത്തിക്കയറ്റുന്ന ഭീകരവാദികളെ നമ്മൾ സിനിമയിൽ കണ്ടത് ചരിത്രത്തിലുള്ളതാണ്, കാശ്മീരിൽ നടന്ന കാര്യമാണ്. അതിലും ക്രൂരമായി തന്നെ സ്വന്തം അമ്മയെ കൊണ്ട് ആഹാരം വാരി വിഴുങ്ങിപ്പിക്കുവാൻ വാൾമുനയിൽ നിർത്തി ചെയ്തവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. അതാണ് സൈൻബാരി കൂട്ടക്കൊല എന്ന് പറയുന്നത്. അങ്ങനെ ബംഗാളിൽ സൈൻബാരി മാത്രമല്ല, നന്ദിഗ്രാമിലും ഒക്കെ കമ്മ്യൂണിസ്റ്റുകാർ എവിടെയൊക്കെ ഉണ്ടോ അവിടെ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ആദ്യത്തേത് ഞാൻ കേരളത്തിലേത് പറഞ്ഞു, അത് കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ടാണ് എന്നുള്ളതിന് തെളിയിക്കാനാണ് ഞാൻ ബംഗാളിലെ കാര്യം പറഞ്ഞത്. ഇനി അതിനപ്പുറത്തേക്ക് റഷ്യയിലേക്ക് പോയാൽ, കമ്മ്യൂണിസത്തിന് ഈറ്റില്ലമായ റഷ്യയിൽ, അവിടെ എത്രയോ കോടിക്കണക്കിന് മനുഷ്യരെ അവരിങ്ങനെ ശ്വാസം മുട്ടിച്ചും ഇഞ്ചിഞ്ചായും ചുട്ടും മണ്ണിൽ കുഴിച്ചിട്ടും എത്ര നീചമായി കൊന്നിട്ടുണ്ട് എന്നറിയുമോ? കോടിക്കണക്കിന് ആൾക്കാർ സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്ന കാലത്ത് കമ്മ്യൂണിസ്റ്റുകാർ കൊന്നിട്ടുണ്ട്. തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ, തങ്ങൾ പറഞ്ഞാൽ അനുസരിക്കാത്തവരെ കൊന്നിട്ടുണ്ട് എന്നുള്ളത് ഇന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് ചൈനയിൽ. കമ്മ്യൂണിസ്റ്റ് രാജ്യമായിരുന്ന കാലത്ത്, മാവോയുടെ കാലത്ത് സാംസ്കാരിക വിപ്ലവം എന്ന് പറഞ്ഞുകൊണ്ട് അഭിപ്രായം പറയാം, ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള അഭിപ്രായങ്ങളൊക്കെ പറയാം എന്ന് പറയിപ്പിക്കുകയും എഴുത്തുകാരെ കൊണ്ടും സാഹിത്യകാരന്മാരെ കൊണ്ടും യുവതീ യുവാക്കളെ കൊണ്ടുമൊക്കെ അഭിപ്രായം പറയിപ്പിക്കുകയും വിമർശനങ്ങൾ നടത്തിക്കുകയും അതിനുശേഷം ഈ പറയുകയും വിമർശിക്കുകയും എതിർക്കുകയും അഭിപ്രായം രേഖപ്പെടുത്തുകയും എഴുതുകയും ഒക്കെ ചെയ്ത മുഴുവൻ ആൾക്കാരെയും അതിനീചമായി കൊന്നുകളഞ്ഞു മാവോ കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ. ഇങ്ങനെ എത്ര കേസ് ഓരോ നാട്ടിൽ. കംബോഡിയ നമ്മൾ കേട്ടിട്ടുണ്ട്, കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്. പോൾ പോട്ട് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നരാധമൻ കേരളത്തിൽ ഇന്ന് ഭരിക്കുന്നത് പോലെയുള്ള, ബംഗാളിൽ ഭരിച്ചതുപോലെയുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരി. അയാൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, അവർക്കെതിരാണെന്ന് തോന്നുന്ന ആൾക്കാരെ, അങ്ങനെയാണ് റഷ്യയിലും ചൈനയിലും ഒക്കെ ചെയ്തത്, അവർക്കെതിരാണെന്ന് തോന്നുന്ന ആൾക്കാരെ മുഴുവൻ കൊന്നുകളഞ്ഞു എന്ന് മാത്രമല്ല, അവരുടെ കുഞ്ഞുങ്ങൾ 3 വയസ്സ് 5 വയസ്സ് 8 വയസ്സ് 10 വയസ്സുള്ള കുഞ്ഞുങ്ങളെ അവർ വെടിവെച്ച് പോലും അല്ല കൊന്നത്. ഒരു വെടി വെച്ചിട്ട് ഒറ്റ വെടിക്ക് തീർക്കുകയോ ഒരൊറ്റ വെട്ടിന് കഴുത്ത് വെട്ടുകയോ ചെയ്താൽ ഏതാനും നിമിഷ നേരങ്ങളുടെ വേദന അനുഭവിച്ചാൽ മതി. അങ്ങനെയല്ല, ഈ കുഞ്ഞുങ്ങളെ കാലെ പിടിച്ച് വലിയ മരത്തിൽ അടിച്ചിട്ടാണ് കൊന്നത്. ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ആ മരങ്ങളൊക്കെ ഇന്ന് കംബോഡിയയിലെ സംരക്ഷിത സ്മാരകങ്ങളാണ്. കുട്ടികളെ മരത്തിൽ അടിച്ചു കൊന്ന കമ്മ്യൂണിസ്റ്റ് ക്രൂരത ഇത് ലോകത്തിൽ നാനാഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരുന്നതാണ്, നടന്നു കഴിഞ്ഞതാണ്, ഇപ്പോഴും ഉള്ളിടത്തൊക്കെ നടക്കുന്നുണ്ട്. അതാണ് നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കേരളമായതുകൊണ്ടല്ല, ഇവിടെ ഇങ്ങനെ ഒരൊറ്റപ്പെട്ട സംഭവമല്ല എന്ന് പറയാൻ വേണ്ടിയാണ്. ഇത് കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ടാണ് ഇത് ചെയ്തത്.
IS ഭീകരവാദികളെ കഴിഞ്ഞും ക്രൂരമായിട്ടാണ് അവർ കൊല്ലുന്നത്. IS ഭീകരവാദികളുടെ കൊലപാതകം നമ്മൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. അവരിങ്ങനെ നിരത്തി നിർത്തി പുറകിൽ നിന്ന് യന്ത്രത്തോക്ക് കൊണ്ട് വെടിവെച്ചു. ഒരു വെടി അല്ലെങ്കിൽ ഏതാനും വെടിയുണ്ടകൾ കൊണ്ട് സെക്കൻഡ് കൊണ്ട് മരിച്ചു. അല്ലെങ്കിൽ അവർ വലിയ ഒരു കിടങ്ങുണ്ടാക്കിയിട്ട് അതിൻ്റെ വക്കത്ത് കൊണ്ട് നിർത്തിയിട്ട് കഴുത്ത് ഒരൊറ്റ കണ്ടിക്കൽ അതിനേക്ക് തള്ളുക. ഏതാനും നിമിഷം കൊണ്ട് ആ വേദന അവസാനിക്കും എങ്ങനെയായാലും. പക്ഷെ സിദ്ധാർത്ഥനെ കൊന്നത് അങ്ങനെയല്ലല്ലോ. സിദ്ധാർത്ഥനെ കൊന്നത് ഇങ്ങനെ മുമ്പിൽ നിർത്തി നഗ്നനാക്കി നിർത്തി ഓരോ അംശത്തിലും മർദ്ദിച്ച് അത് താലിബാൻ ഭീകരവാദികൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ വയനാട്ടിൽ ഈ പ്രവർത്തനം ചെയ്ത ആൾക്കാർ താലിബാൻ ബന്ധമുള്ളവരാണോ എന്ന് അന്വേഷിക്കേണ്ടതാണ്. അവരുടെ രാഷ്ട്രീയം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേരിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൊക്കെ ഇപ്പോൾ താലിബാൻകാരാണല്ലോ. IS ഭീകരന്മാരും ഒക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ധാരാളം ഉണ്ട്. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരുമാണ് താലിബാൻകാരുമാണ് എന്നുള്ള മട്ടിൽ ഇഞ്ചിഞ്ചായി ഇങ്ങനെ കൊല്ലുന്ന രീതി കമ്മ്യൂണിസ്റ്റ് രീതിയാണ്. TP ചന്ദ്രശേഖരൻ്റെ വധം നമ്മൾ കണ്ടിട്ടുണ്ട്. KT ജയകൃഷ്ണൻ മാഷോട് ചന്ദ്രശേഖരനെ കൊന്നത് അങ്ങനെയാണ്. കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെയാണ് TP ചന്ദ്രശേഖരൻ. അവർക്ക് വേണ്ടി, പാർട്ടിക്ക് വേണ്ടി ഒത്തിരി ആ സംഘർഷങ്ങൾ നയിച്ചിട്ടുള്ള ആളാണ് TP ചന്ദ്രശേഖരൻ. ആ ചന്ദ്രശേഖരൻ അവർക്കെതിരാണെന്ന് തോന്നിയപ്പോൾ ആ ആളിൻ്റെ തല അടിച്ച് തകർത്ത് മുഖത്ത് 51 വെട്ട് മുഖത്ത് തന്നെ വെട്ടി എന്ന് പറയുമ്പോൾ എത്ര ക്രൂരമാണ് കമ്മ്യൂണിസ്റ്റ് ക്രൂരത എന്ന് നാം തിരിച്ചറിയേണ്ടതാണ്. ഈ ആലപ്പുഴയിൽ ഭീകരവാദികൾ, താലിബാൻ ഭീകരവാദികൾ ചെയ്തില്ലേ രഞ്ജിത്ത് ശ്രീനിവാസനെ, അത് ഇതുപോലെ തന്നെയാണ്. ഒരേ സ്ഥലത്ത് ആവർത്തിച്ചടിക്കുക. അതൊരു ഭീകരവാദമാണ്. കമ്മ്യൂണിസ്റ്റ് ഭീകരവാദത്തിൻ്റെ അത് കമ്മ്യൂണിസ്റ്റ് ഭീകരവാദവും ഈ താലിബാൻ ഭീകരവാദവും ഒരേ രീതിയിൽ തന്നെയാണ് എന്നർത്ഥം. അങ്ങനെയാണ് സിദ്ധാർത്ഥിനെ ഇഞ്ചിഞ്ചായി അങ്ങനെ ഈ അടിച്ചും ഇടിച്ചും അപമാനിച്ചും ഇങ്ങനെ ചോര ഒലിപ്പിച്ചും കൊന്നിട്ട് ആ ജഡത്തിൻ്റെ അടുത്ത് അതിൻ്റെ ആ മകൻ്റെ വീട്ടിൽ പോയി ആ അച്ഛനോടും അമ്മയോടും അവരുടെ കയ്യെ പിടിച്ച് കൊലയാളികൾക്ക് എങ്ങനെ പറയാൻ കഴിയുന്നു? നിങ്ങൾക്കിത് മനസ്സിലാവുന്നുണ്ടോ? മലയാളികൾക്കിത് മനസ്സിലാവുന്നുണ്ടോ? ഏത് നീചകൃത്യവും അവർ ചെയ്യും. ഇപ്പം സിദ്ധാർത്ഥിനെതിരെ പെണ്ണുകേസ് കൊടുത്തിരിക്കുകയാണ്. സ്ത്രീ പീഡനം നടത്തിയെന്ന് പറഞ്ഞിട്ട് കേസുണ്ടാക്കിയിട്ട് ഒരു ജഡത്തിനോട് പോലും അവർക്ക്, എന്നിട്ട് അയാൾ കമ്മ്യൂണിസ്റ്റാണ്, DYFI SFI ആണ് എന്ന് പറഞ്ഞിട്ട് അയാളുടെ വീടിൻ്റെ മുമ്പിൽ കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ ബോർഡ് വെച്ചിരിക്കുന്നു, കോളേജിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. എത്ര നീചമാണെന്ന് ആലോചിച്ച് നോക്കുക. പെണ്ണ് കേസിൽ അയാൾ പെൺകുട്ടിയെ അപമാനിച്ചു എന്നും പറഞ്ഞിട്ട് കമ്മ്യൂണിസ്റ്റുകാരുടെ കൂടെ ഏത് വൃത്തികെട്ട കാര്യത്തിനും കുറെ പെണ്ണുങ്ങളുണ്ടായിരിക്കും. ഞാൻ മറ്റൊരു ഉദാഹരണം പറയാം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കണ്ണൂർ ജില്ലയിൽ തന്നെ മട്ടന്നൂരിൽ കൊടോളിപ്പുറം എന്ന് പറയുന്ന ഒരു ഗ്രാമം, കൊടോളിപ്പുറം മട്ടന്നൂരിനടുത്ത്, നിങ്ങൾക്ക് അന്വേഷിക്കാം, ഞാൻ അതുകൊണ്ട് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു. അവിടെ ഒരു RSS പ്രവർത്തകനെ ജോലി കിട്ടിയത്, പട്ടാളത്തിലോ മറ്റോ ജോലി കിട്ടിയത്, ആ ജോലി മുടക്കാൻ വേണ്ടി, അവിടെ വേറെ സംഘർഷമൊന്നും ഉണ്ടായില്ല, ആ ജോലി കിട്ടാതിരിക്കാൻ അവനെ കേസിപ്പെടുത്തണമല്ലോ. അത് പെട്ടെന്ന് ജാമ്യം കിട്ടാത്ത ഏതെങ്കിലും ഒരു കേസ് വേണം എന്നുള്ളതിന് കമ്മ്യൂണിസ്റ്റുകാരൻ സ്വന്തം സഹോദരിയെ, ബിന്ദു എന്ന് പറയുന്ന യുവതിയെ, അവളുടെ തൊടയിൽ പിച്ചാത്തി കൊണ്ട് RSS എന്ന് വരഞ്ഞിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. RSSകാരൻ, ഈ ജോലി കിട്ടുന്ന ആളിൻ്റെ പേര് പറഞ്ഞിട്ട് അയാളും RSSകാരും കൂടി ചേർന്നിട്ട് ഈ യുവതിയുടെ ശരീരത്തിൽ പിച്ചാത്തി കൊണ്ട് ഇങ്ങനെ RSS എന്ന് വരഞ്ഞിരിക്കുന്നു, ക്രൂരമായി പീഡിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് കേസ് കൊടുത്തു. യുവതിയെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. ഇന്നത്തെ ഈ കേരളത്തിൽ വിളഞ്ഞ് നടക്കുന്ന ഈ കുറെ ടീച്ചർമാരുണ്ടല്ലോ കമ്മ്യൂണിസ്റ്റുകാരുടെ പേരിൽ, ടീച്ചർമാരൊന്നുമില്ല, അവരായ സ്ത്രീ രൂപം ഉണ്ടെന്നേ ഉള്ളൂ, അവരൊക്കെ അവിടെ പോയി ഇന്ന് വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി, ഘോരഘോരം പ്രസംഗിച്ചു, RSSന്റെ ക്രൂരമായ സ്ത്രീ പീഡനം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞതിന് ശേഷം അവിടെ എല്ലാ ദിവസവും മട്ടന്നൂരിൽ, കൊടോളിപ്പുറത്തല്ല മട്ടന്നൂരിലാണ് പ്രതിഷേധ പ്രകടനങ്ങളും യോഗങ്ങളും. ഓരോ ദിവസവും പ്രകടനങ്ങളാണ്, വൈകുന്നേരം പ്രസംഗങ്ങളാണ്. എന്നിട്ട് പക്ഷേ RSSന്റെ അവിടുത്തെ നേതാക്കന്മാർ പോലീസിനോട് പറഞ്ഞു, നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാം, RSSകാർ ഇത് ചെയ്തിട്ടുണ്ട്, അറസ്റ്റ് ചെയ്യാം, പക്ഷേ തെളിവില്ലാതെ ചെയ്ത കുറ്റവാളി ഇന്നയാളാണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ട്, അറസ്റ്റ് ചെയ്യാം. രാഷ്ട്രീയത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തെന്നാൽ വലിയ പ്രത്യാഘാതം നേരിടേണ്ടി വരും എന്ന് പറഞ്ഞു. എന്ന് മാത്രമല്ല, പോലീസുകാർക്കും അറിയായിരുന്നു ഇമാതിരി വൃത്തികേട് RSSകാർ ചെയ്യുന്ന ഏർപ്പാടായിരിക്കില്ല, അത് കമ്മ്യൂണിസ്റ്റുകാരുടെ തന്നെ രീതിയാണെന്ന് അറിയാവുന്നത് കൊണ്ട് മഫ്റ്റിയിൽ
അതായത് പോലീസ് വേഷത്തിലല്ലാത്ത വനിതാ പോലീസ് ആശുപത്രിയിൽ പോയി ഈ ബിന്ദു എന്ന യുവതിയോട് രഹസ്യമായി വർത്തമാനങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തിൽ അല്ല മോളെ ശരിക്കും എന്താ നടന്നത്, എന്താ പറ്റിയത് എന്ന് ചോദിച്ചപ്പോൾ ഇവർ പോലീസുകാരാണെന്ന് അറിയാതെ ഈ ബിന്ദു എന്ന യുവതി പറഞ്ഞു അത് ഇന്ന ടീച്ചർ പറഞ്ഞിട്ട് ചെയ്തതാ, RSSകാരെ കേസിൽപ്പെടുത്താൻ വേണ്ടി ചെയ്തതാണ് എന്ന് അവൾ പറയുകയും ആ കേസ് ആ മൊഴി പുറത്തു വരികയും കേസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റാതെ ആവുകയും ചെയ്തു എന്ന് മാത്രമല്ല, അപ്പൊ കമ്മ്യൂണിസ്റ്റുകാർ പ്രതിയാവുമല്ലോ. അങ്ങനെ പ്രതിയാകാതിരിക്കാൻ അവരുടനെ പ്രചരിപ്പിച്ചു അവൾക്ക് മാനസിക രോഗമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ മാറ്റി മാറ്റി പറയുന്നത്. സ്വന്തം സഹോദരിയെ പീഡിപ്പിച്ചു എന്ന് അവളുടെ മാനം കെടുത്തി ആശുപത്രിയിലാക്കി അപമാനിച്ച് ലോകം മുഴുവൻ പ്രചരിപ്പിച്ചു. എന്നിട്ട് അതിനും അപ്പുറം ക്രൂരമായിട്ട് അവൾക്ക് മാനസിക രോഗമാണെന്ന് പറയാൻ കമ്മ്യൂണിസ്റ്റ് സഹോദരന്മാർക്ക് ഒരു ഉളുപ്പും ഉണ്ടായിരുന്നില്ല. മാനസിക രോഗിയാണെന്ന് പറഞ്ഞു കേസ് ഇല്ലാതെയായി. അവസാനം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവൾ ഡിസ്ചാർജായി വീട്ടിൽ പോയി. പക്ഷെ യുവതിയാണ്. പിന്നീട് കല്യാണ ആലോചനകൾ ക്രമേണ വന്നപ്പോഴൊക്കെ കല്യാണ ആലോചന മുഴുവൻ മുടങ്ങി. കാരണം നാട്ടിലെമ്പാടും പ്രചരിച്ചിരിക്കുകയാണല്ലോ ഇവൾ മാനസിക രോഗിയാണ്, ഭ്രാന്തിയാണ് എന്ന്. അങ്ങനെ ഭ്രാന്തിയാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് ആ ക്രൂരത ഒരു കല്യാണാലോചനയും നടക്കാതെ വന്ന അവസാനം അവൾക്ക് 33-35 വയസ്സായപ്പോൾ ആ യൗവനവും കഴിഞ്ഞ് മധ്യപ്രായത്തിലേക്ക് എത്താറായപ്പോൾ കല്യാണം നടക്കില്ല, താൻ ഭ്രാന്തിയാണ് എന്ന ദുഷ്പ്രചാരണത്തിൽ മനം നൊന്ത് ആ ബിന്ദു എന്ന യുവതി ആത്മഹത്യ ചെയ്തു. സ്വന്തം സഹോദരിയെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വിടാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ഒരു മടിയും ഉണ്ടാവില്ല. സ്വന്തം സഹോദരിയുടെ ചാരിത്രം വിറ്റ് രാഷ്ട്രീയ വിരോധം തീർക്കാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ഒരു മടിയും ഉണ്ടാവില്ല. സ്വന്തം സഹോദരിയെ അപമാനിച്ചുകൊണ്ടും എതിരാളിയെ കേസിൽ കൊടുക്കാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും മടിക്കില്ല. അതേ കാര്യം തന്നെയാണ് ഇപ്പോൾ സിദ്ധാർത്ഥിന്റെ കാര്യത്തിലും ഉണ്ടായത്. ഏതോ കമ്മ്യൂണിസ്റ്റുകാരായ പെൺകുട്ടികളെ കൊണ്ട് അവരുടെ പോലും ചാരിത്രവും മാനവും വിറ്റിട്ട് ഈ പാവം പയ്യന്റെ പേരിൽ കേസ് കൊടുക്കാനും മാത്രം നീചത ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ ഉണ്ടാവുള്ളൂ. കമ്മ്യൂണിസത്തിന്റെ സ്വഭാവം അതാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ട് കേരളത്തിൽ സാക്ഷരരാണ് എന്ന അഭിപ്രായമുള്ള ആൾക്കാർ, അല്ലെങ്കിൽ സാമാന്യ വിവരം കോമൺ സെൻസ് ഉണ്ട് എന്ന് വിചാരിക്കുന്ന മുഴുവൻ പേരും ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെ തിരസ്കരിക്കേണ്ടതാണ്. അവരുള്ള കാലത്തോളം ഒരുപക്ഷെ നാളെ നിങ്ങളുടെ പെങ്ങളെ, നിങ്ങളുടെ അമ്മയെ അപമാനിക്കും അവർ പാർട്ടിക്ക് വേണ്ടി. നിങ്ങളുടെ കുഞ്ഞിനെ അവർ ക്രൂരമായി ഇഞ്ചിഞ്ചായി വെട്ടി നുറുക്കും പാർട്ടിക്ക് വേണ്ടി. മറ്റുള്ള ഒരാളിൻ്റെ പേരിൽ കേസ് വെച്ചു കൊടുക്കാൻ വേണ്ടി. മാഷാ അള്ളാ എന്ന് വെച്ച് കൊല്ലാൻ പോകുമ്പോൾ ഏതോ തീവ്രവാദികളാ കൊന്നത് എന്ന് തോന്നിക്കോളുമല്ലോ. അങ്ങനെ വരെ കമ്മ്യൂണിസ്റ്റ് ശത്രുത, വൈരാഗ്യം തീർക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് ദശാബ്ദങ്ങളായി, തലമുറകളായി കമ്മ്യൂണിസ്റ്റുകാരായിരിക്കുന്ന ആൾക്കാരെ പോലും അവർ കൊല്ലും, നീചമായി അപമാനിക്കും. ഏത് വൃത്തികെട്ട കാര്യവും അവർ പറയും. നിങ്ങളുടെ മകളുടെ പേരിൽ, നിങ്ങളുടെ മകൻ്റെ പേരിൽ, നിങ്ങളുടെ ഭർത്താവിൻ്റെ പേരിൽ, നിങ്ങളുടെ ഭാര്യയുടെ പേരിൽ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിൽ. ഈ വൃത്തികേട് നിങ്ങളുടെ തലയിലേക്ക് ചോർന്ന് വീഴാതിരിക്കാൻ ഇപ്പോഴേ ഈ വൃത്തികെട്ട കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിനെയും അതിൻ്റെ പേരിൽ നടക്കുന്ന ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനത്തിനെയും കമ്മ്യൂണിസ്റ്റുകാരെയും നിങ്ങൾ ആട്ടി അകറ്റിയില്ലെങ്കിൽ, നിങ്ങളുടെ 7 അയൽപക്കത്ത് കമ്മ്യൂണിസ്റ്റുകാരെ അകറ്റി നിർത്തിയില്ലെങ്കിൽ, നാളെ നിങ്ങളുടെ അടുക്കളയിലും നിങ്ങളുടെ കുടുംബത്തിലും ഈ നീചന്മാർ കടന്നു കയറും. ഒരു സിദ്ധാർത്ഥല്ല, നാട് നീള സിദ്ധാർത്ഥന്മാരുണ്ടാവും. അല്ലെങ്കിൽ ഒരു ബിന്ദുവല്ല, 100 കണക്കിന് ബിന്ദുമാരുണ്ടാവും. ആ ഗതികേട് വരാതിരിക്കാൻ അവരങ്ങനെ ഒത്തിരി പേരെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇനി ഒരാളും കൂടി അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഇവരെ ആട്ടി അകറ്റുക, കാറ് തുപ്പുക. അവരെ 7 അയൽപക്കത്ത് നിങ്ങളുടെ വീടിൻ്റെ പടിക്കൽ പോലും വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ജാഗ്രത പാലിക്കണം. നിങ്ങളുടെ മകളുടെ മാനത്തിന് വേണ്ടി, നിങ്ങളുടെ മകൻ്റെ ജീവന് വേണ്ടി, നിങ്ങളുടെ ഭർത്താവിൻ്റെ ജീവന് വേണ്ടി, നിങ്ങളുടെ അമ്മയുടെ ജീവന് വേണ്ടി ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും കമ്മ്യൂണിസ്റ്റുകാരെയും നിങ്ങൾ ദൂരെ ആട്ടി അകറ്റണം എന്നാണ് സിദ്ധാർത്ഥിൻ്റെ അനുഭവം കൊണ്ടും കൂടി ആ ജഡം വെച്ചുകൊണ്ട് അവൻ്റെ അമ്മയോടും പോലും കൊലയാളികൾക്ക് പോയി പറയാൻ മടിയില്ലാത്ത ഗതികേട് നിങ്ങളുടെ വീട്ടിൽ നാളെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഇവരെ ആട്ടി അകറ്റണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം.